فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞ ആയത്ത് ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞ ആയത്ത് സൂറത്ത് തൗബയിലെ എഴുതിയിട്ടില്ല ആരും? 3 ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏതാ ലാസ്റ്റ് പറഞ്ഞത് ഓർമ്മ? നോട്ട് ബുക്കിൽ ആരും എഴുതിയില്ല. ബോട്ടേക്ക് കഴിഞ്ഞ ക്ലാസ്സിലില്ല. ഏതൊരു ആരും ഇല്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ലാസ്റ്റ് ആയത്ത് കിട്ടിയാൽ മതി. തൗബയിലെ സക്കാത്ത് പിടിച്ചു വാങ്ങി ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ ആയത്ത് പറഞ്ഞിരുന്നു. ഖുദ് മിൻ അംവാലിഹിം സദഖ, അഥവാ പിന്നെ സക്കാത്തിന് സ്വതക്ക എന്ന് അവിടെ അർത്ഥം പറഞ്ഞ് സ്വതക്ക എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സക്കാത്തിന് വേണ്ടിയിട്ട്. അത് ഇങ്ങനെ പിടിച്ചു വാങ്ങി അത് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് നമ്മൾ ശ്രദ്ധിക്കാം, എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അവകാശികൾ മറ്റുള്ള ആൾക്കാരാന്നുള്ളതാണ്.
സക്കാത്തിന്റെ അവകാശികള് അത് നമ്മുടെ സ്വത്തല്ല, അത് നമ്മുടെ സ്വത്തിൽപ്പെട്ടതാണെങ്കിൽ കൂടി ഇത്ര ശതമാനം അഥവാ പിന്നെ നിസാബ് തികഞ്ഞാൽ ഇത്ര ശതമാനം നിർബന്ധമായി നമ്മൾ കൊടുത്തിരിക്കണം. അതിന്റെ കാരണം എന്താ? അത് കൊടുക്കൂലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് അത് വാങ്ങിയിട്ട് പിടിച്ചെടുത്തിട്ട് കൊടുക്കാനുള്ള അവകാശം, അത് പിടിച്ചെടുത്തിട്ട് കൊടുക്കാനുള്ള അവകാശം. മനസ്സിലായിട്ടല്ലോ? അപ്പം ഇപ്പൊ നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഗവൺമെന്റിന് കൊടുക്കേണ്ട നിശ്ചിത സംഖ്യ ആ ഗവൺമെന്റിന് കൃത്യമായി ഒരാൾക്ക് ഇത്ര വരുമാനം ഉണ്ടെങ്കിൽ അതിനെത്ര ശതമാനം കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അത് ഗവൺമെന്റ് പിടിച്ചു വാങ്ങും. ഇസ്ലാമിക ഭരണകൂടത്തിൽ സക്കാത്ത്, ആ സക്കാത്ത് നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് കാരണം എന്താന്ന് വെച്ചാൽ അതിൽ മറ്റുള്ളവരുടെ അവകാശം അതിലുണ്ട് എന്നതാണ്. നമ്മൾ മാത്രം, നമ്മുടെ സമ്പത്തിൽ മറ്റുള്ളവരും കൂടി അവകാശികളായിട്ടുണ്ട് എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത്, അതിന് ആഫിയത്ത് ഉണ്ടാകണമെങ്കിൽ, ശ്രദ്ധിക്കുക, ആഫിയത്ത് ഉണ്ടാകണമെങ്കിൽ അതെന്തായിരിക്കണം? അത് ശുദ്ധമായിരിക്കണം. ഒന്ന്, അത് ശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശികൾക്ക് അത് കൊടുക്കുമ്പോഴാണ് ശുദ്ധമാകുക. അങ്ങനെ ശുദ്ധമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അഫ്വ് കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ മാപ്പ് കിട്ടണമെങ്കിൽ, അഫ്വ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ സമ്പത്ത് പൂർണ്ണമായും ശുദ്ധീകരിക്കണം. മനസ്സിലായിട്ടല്ലോ? അതാണ് അഫ്വും ആഫിയത്തുമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ നേരെ തുടർച്ച, അതായത് നമ്മൾ സൂറത്ത് തൗബയിലെ 9-103 ആ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്. പിന്നെ 9-20, 9-55, 9-103 ആയിരിക്കും. 9-20, 9-55, 9-103 നമ്മൾ വായിച്ചത്. ഇനി നിങ്ങൾ സൂറത്തുൽ മആരിജ് മറിക്കുക, 70-ാമത്തെ സൂറത്ത്. സൂറത്തുൽ മആരിജ് 70-ാമത്തെ സൂറത്ത്. സൂറത്ത് മറിച്ചോ? അതിലെ 19 മുതൽ 28 വരെയുള്ള ആയത്ത് ഒതുക്കൊള്ളു. മആരിജിൽ 19 മുതൽ 28 വരെയുള്ള ആയത്ത് എല്ലാവരും ഓതണം. എല്ലാവരും ഓതണം. നമ്മൾ ഖുർആന്റെ മുന്നിലായിരിക്കണത്. നമുക്ക് ഭയങ്കര ഉന്മേഷത്തോടു കൂടി അല്ലാതെ ഇരിക്കാൻ പാടില്ല. ഖുർആന്റെ മുന്നിൽ ഭയങ്കര ഉന്മേഷവും താല്പര്യത്തോടു കൂടി അല്ലാതെ നമ്മൾ ഇരിക്കാൻ പാടില്ല. എല്ലാവരും ഓതിക്കോളൂ. 19 മുതൽ. എന്താണ് അല്ലാഹു പറയുന്നത്? ശ്രദ്ധിക്കുക. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. കണ്ടില്ല? എല്ലാവരും കണ്ടില്ല? കൈവെക്കണം, കൈവെക്കണം.
ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ഖുലിഖ അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഹലൂഅ അങ്ങേയറ്റം അക്ഷമനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത്. ഭയങ്കരമായ ഒരു വാക്കാണിത്. അല്ലാഹു നമ്മളെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ആർക്ക് മാത്രമേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഹലൂ ആയിട്ടാണ്, അക്ഷമനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന്. ഇപ്പൊ മനുഷ്യന്റെ ഒരു പ്രകൃതിപരമായ സ്വഭാവത്തെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. വലിയ ക്ഷമ കിട്ടൂല മനുഷ്യൻ, ക്ഷമ കിട്ടൂല. ആ ക്ഷമ അതുകൊണ്ടാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു ഗുണമാണെന്ത്? ക്ഷമ എന്ന് പറയുന്നത്. നമ്മൾ ആർജിച്ചെടുക്കേണ്ട, പരിശീലിച്ചെടുക്കേണ്ട സംഗതിയാണ്. ഇപ്പൊ പലപ്പോഴും മനുഷ്യൻ അക്ഷമ കാണിക്കും, ക്ഷമകേട് കാണിക്കും, അല്ലെ? അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷമ പോകുന്ന ഒരു വിഷയം എന്താണ്? മുതലിന്റെ വിഷയമാണ്. മുതലായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് എന്ത് ചെയ്യുക, നമുക്ക് ക്ഷമ കിട്ടാതിരിക്കാൻ പലപ്പോഴും. ഇപ്പൊ നമ്മള് ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കേണ്ടി, ഒരു ദിവസം പിന്നെ ഒരു ടെസ്റ്റ് എടുത്ത് വെക്കേണ്ടി. ഇപ്പൊ ഇന്നലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ഒരു ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു വിഷയം പിന്നെ ഇന്നലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഷയത്തിലതൊന്ന് ആലോചിച്ച് നോക്കേണ്ടി. ഇപ്പൊ വീട്ടില് കുട്ടികളോട് ദേഷ്യം പിടിച്ചു, കുട്ടികളോട് നമ്മള് പിന്നെ ദേഷ്യം പിടിച്ച് പെരുമാറി സംസാരിച്ചു, ഭാര്യനോട് സംസാരിച്ചു, അല്ലെങ്കിൽ അയൽവാസിനോട് സംസാരിച്ചു. ഈ വിഷയങ്ങളൊക്കെ പലപ്പോഴും മുതലായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഒന്നുകിൽ എന്തെങ്കിലും പൈസ നഷ്ടപ്പെടുത്തിയത്, സ്വത്ത് നഷ്ടപ്പെടുത്തിയത്, മുതൽ നഷ്ടപ്പെടുത്തിയത്, ഇങ്ങനൊക്കെ പല വിഷയങ്ങളുണ്ടാവും, അല്ലെ? ഏറ്റവും കൂടുതൽ മനുഷ്യൻ അക്ഷമനാകുന്ന വിഷയം എന്താണ്? സാമ്പത്തിക രംഗം തന്നെയാണ്. അപ്പൊ അള്ളാഹു പറയാണ് ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. ബാക്കി ഇദാ മസ്സഹു ശർറു ജസുഅ. ഒരു എന്തെങ്കിലും ഒരു ഷർറ് ബാധിച്ചാല് അവൻ പൊറുതികേട് കാണിക്കും. ജസുഅ എന്ന് പറഞ്ഞാൽ പൊറുതികേട് കാണിക്കുക. ഹലൂഅ എന്ന് പറഞ്ഞാൽ അക്ഷമനാകുക, ജസുഅ എന്ന് പറഞ്ഞാൽ പൊറുതികേട് കാണിക്കുക. എന്തെങ്കിലും ഒരു ഷർറ് വരുമ്പോഴേക്ക് പൊറുതികേട് കാണിക്കും. മനുഷ്യനെപ്പോൾ ഹൈറ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, ഹൈറ് മാത്രം ആഗ്രഹിക്കും. എന്നാൽ ഹൈറ് മാത്രമാണോ തരിക പടച്ചവൻ? അല്ല, ജീവിതത്തിൽ ഷെറുണ്ടാവും. പക്ഷെ ഷെറ് ഉണ്ടായാൽ ഉടൻ എന്ത് ചെയ്യും? അവനെ ഒരു തരം പൊറുതികേട് കാണിക്കുന്നവനായിട്ട് കാണാം. മനസ്സിലായിട്ട് പറഞ്ഞത്? അപ്പൊ എന്താ വേണ്ടേ? ഷെറ് ബാധിക്കുമ്പോൾ ഈമാനുള്ളൊരു മനുഷ്യൻ പൊറുതികേട് കാണിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അവനത് ഗുണകരമാക്കണം. മനസ്സിലായിട്ട് പറഞ്ഞത്? ഖൈറാണെങ്കിൽ ശുക്ർ പറയണം, ഷർറാണെങ്കിൽ നന്നായി ക്ഷമിക്കണം, പൊറുതികേട് കാണിക്കരുത്. എന്നാൽ മനുഷ്യന് ഒരു ഷെറ് വന്നാൽ അവനതാ പൊറുതികേട് കാണിക്കുന്നവനായിരിക്കുന്നു. ബാക്കി അത് നേരെ അപ്പുറത്തുള്ള ഒരു വിഷയമാണ്. വൈദാ മസ്സഹുൽ ഖൈറു മനുഅ. ഒരു ഖൈറ് വന്നാൽ അത് തടഞ്ഞു വെക്കുന്നവനുമാണ്. ഒരു ഖൈറ് വന്നാൽ അത് തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ മനുഅ എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാല് ഒരു ഖൈറ് പൊതുവെ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഖൈറ് പലപ്പോഴും ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അത് വേറൊരാൾക്ക് കിട്ടരുതെന്നോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു ഖൈറ് അത് പിന്നെ വേറൊരാൾക്ക് കൊടുക്കേണ്ടതില്ലാന്നോ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് കിട്ടിയെന്നറിയാം, ഞാൻ എത്ര അതിന്റെ പിന്നിൽ ഓടിക്കണെന്ന് അറിയാം. അങ്ങനെ വന്നപ്പോ അങ്ങനെ എളുപ്പത്തിൽ ഇപ്പൊ ഞാൻ ആ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിന്റെ മേലെ ഓനെന്ത് ചെയ്യണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ട. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്താന്ന് വെച്ചാല് ഒരു പഞ്ചായത്തിന്റെ പൈപ്പാണ്. ഒരു സംഗതി ഒരു വെള്ളം പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് ഒരു ജലനിധിയുടെ പൈപ്പ് ഇങ്ങനെ കിട്ടി. അപ്പം ആ ഏരിയയിൽ അയാൾ ഒരുപാട് ഓടി, ഒരുപാട് ഓഫീസിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, അങ്ങനെ ഒരുപാട് നട്ടോട്ട് ഓടിയിട്ടാണ് അയാൾക്ക് എന്തായത് അതിന്റെ കണക്ഷൻ കിട്ടിയത്. എന്നാൽ അതിനപ്പുറത്തേക്ക് കുറച്ച് ആൾക്കാർക്ക് ഇയാള് സമ്മതിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഇയാള് സമ്മതിക്കുകയാണെങ്കിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇയാള് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അങ്ങനെ അങ്ങട്ട് എളുപ്പത്തിൽ. കാരണം ഞാൻ ഇതിനു വേണ്ടി കുറെ ഒറ്റ കൂടിയതാണ്, അന്ന് പേരാരും കണ്ടിട്ടില്ല. ഞാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അങ്ങനെ ഞാൻ കുറെ ഓടിയിട്ടാണ് എനിക്കിത് കിട്ടിയത്. കണ്ട? അപ്പൊ ഒരു ഖൈറ് കിട്ടുമ്പോൾ പലപ്പോഴും മനുഷ്യൻ മനുവായിട്ട് മാറുകയാണ്.
ഒരു ഷെറ് വരുമ്പോ അവൻ എന്ത് ചെയ്യും? പൊറുതികേട് കാണിക്കുന്നു. ഒരു നന്മ വന്നാലോ അത് തടയുന്നവനായിക്കൊണ്ട് അതാണ് അല്ലാഹു പറഞ്ഞത്, വഇദാ മസ്സഹുൽ ഖൈറു മനുആ. എന്നാലേ ഇത് ആർക്കും ഉണ്ടാകാൻ പാടില്ലെന്നറിയാം. വായിക്ക് അടുത്ത ആയത്ത് വായിക്ക്. ഇല്ലൽ മുസല്ലി, നിസ്കരിക്കുന്നവരൊഴികെ. നിസ്കരിക്കണവർക്ക് ഇത് ഉണ്ടാവൂല. നിസ്കരിക്കണവർക്ക് ഇത് ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾ പറയാണ് ആ മറ്റാള് നമുക്ക് വണ്ണം തരാത്ത 5 പള്ളിയൊക്കെ പോണ ആളാണ്. എങ്ങനെ? അല്ലാഹു പറഞ്ഞെന്താണ്? ഒരു ഖൈറ് കിട്ടിയാല് തടിയൂല, ഒരു ഷെറ് വന്നാലും പൊറുതിയോടും കാണിക്കൂല. ആര്? നിസ്കരിക്കണോല് മുസല്ലീങ്ങൾ അത് കാണിക്കൂലെന്നാ. അപ്പൊ നമ്മള് പറയണ എന്ത്? അങ്ങനൊന്നും അല്ല. കാരണം എന്താ? നമുക്ക് അത് തടഞ്ഞത് ഓനെ പള്ളിക്കന്ന് നീക്കാത്ത ആളാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഓനെ നിസ്കാരമല്ല, പഠിച്ചോ പരിഗണിക്കണില്ല. നിസ്കരിച്ചിട്ട് ഒരാൾ മുസല്ലിയാണ് എപ്പോഴാണ്? ആ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുമ്പോഴാണ്, അല്ലെ? അല്ലെങ്കിൽ ഒരാള് ഒരു എക്സസൈസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതല്ലേ നിസ്കരിച്ചു കണ്ട് നരകത്ത് പോണ ആൾക്കാർ വൈലുൽ മുസല്ലി എന്ന് പറഞ്ഞതല്ലേ? നിസ്കരിച്ചിട്ട് നരകത്ത് പോണ ആൾക്കാരാണ്. അപ്പം ഒരു നന്മ വന്നാൽ ആ നന്മ ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കും. എനിക്ക് കിട്ടിയ ഖൈറ് ബാക്കി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കും. നമ്മൾ അങ്ങനൊക്കെ ഉണ്ടോന്ന് ചിന്തിക്കാനാണ് ഇത് പഠിക്കണത്. ഒരു മനുഷ്യനെ പൂർണ്ണമായും സംസ്കരിക്കാണ് ഖുർആൻ ചെയ്യണത്. അല്ലാഹുവിന്റെ റസൂൽ എന്തിനാ വന്നത്? റബീഉൽ അവ്വൽ 12 ഞാൻ നടത്താനാ? ആണോ? അല്ലാഹുവിന്റെ റസൂലാക്കി നിയമിച്ചത് എന്തിനാ? എല്ലാ റബീഉൽ അവ്വൽ 12 ദഫ് മുട്ടി പിന്നെ തോരണം തൂക്കി പള്ളിയൊക്കെ ക്രിസ്ത്യാനികളെ പള്ളിമാരെ അലങ്കരിച്ച് ഞാൻ നടത്താനാ? അല്ല. പിന്നെന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ നിയോഗിച്ചത്? റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വേറെ ആയത്തിൽ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഖുർആൻ ഓതി പഠിപ്പിച്ച് സംസ്കരിക്കാനാണ്, സ്വഭാവം നന്നാക്കാനാണ്, പെരുമാറ്റം നന്നാക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു നിയോഗിച്ചതിനാണ്. ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ചു. എന്നിട്ട് ആ സമൂഹത്തെ അവരെ റസൂലുള്ള ഖുർആൻ കൊണ്ട് മാറ്റി. ഓരോ സ്വഭാവം ശരിയല്ലായിരുന്നു. ഇതൊക്കെ ഓർക്ക് ഉള്ളതായിരുന്നു. ഒരു ഖൈറ് ഒരു തടഞ്ഞു വെക്കും. മനസ്സിലായില്ലേ? ഒരു ഷെർ വന്ന ക്ഷമകേട് കാണിക്കും. ഇതൊക്കെ ഓരിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവര് മാറിയിട്ട് എങ്ങനെ ഉണ്ടായത്? അൻസാറുകളെ കണ്ണിലങ്ങള് മദീനത്ത് നിസ്കാരം ഹിജ്റ 2ാമത്തെ വർഷം തുടങ്ങി. അതിന് മുമ്പേ അവർ സംസ്കരിച്ചെടുക്കപ്പെട്ടു. മനസ്സിലായിട്ട് പറഞ്ഞത്? അവര് കൊടുക്കാണ്, ഉള്ളത് മുഴുവനും കൊടുക്കരുത്. അതിന്റെ ആ തോട്ടം എടുത്തു അവർക്ക് തന്നു. കാരണം അവിടെ നല്ല മദീനത്തിന് മക്കത്തെല്ലാം ഇട്ടേച്ച് പോന്നവരാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇസ്ലാം സ്വീകരിച്ചാലും എവിടേക്ക് വരണം? മദീനത്തേക്ക് വരണം. അപ്പം അതൊക്കെ ഇട്ടേച്ച് പോരുന്നവരാണ്. അപ്പൊ അത് കൊടുത്തു. മനസ്സിലായി പറഞ്ഞ? വീട് കൊടുത്തു, വീടിന് നില കൊടുത്തു, ജോലി കൊടുത്തു. എനിക്ക് 2 വരുമാന മാർഗം, അത് ഒന്ന് എടുത്തോന്ന് പറഞ്ഞു. കണ്ട ഖൈറുകൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം അവരെ സംസ്കരിക്കാനാണ് റസൂൽ ചെയ്തത്. ഇപ്പൊ ഖുർആൻ നമ്മൾ പഠിക്കണതും അതിനാണ്. അതിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാനാണ്. ബാക്കി ആരാണ് ഈ നിസ്കാരക്കാർ? ഏത് നിസ്കാരക്കാരാണ്? അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. സ്ഥിരനിഷ്ഠയുള്ളവരാണ് നിസ്കാരത്തിൽ. ദായിമ് എന്ന് പറഞ്ഞ സ്ഥിരനിഷ്ഠയുള്ളവർ. അവർക്കൊരു നിഷ്ഠ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവും, സ്ഥിരത ഉണ്ടാവും. സ്ഥിരതയും നിഷ്ഠയും ഉള്ള ആൾക്കാരുടെ നിസ്കാരമാണ്. അല്ലാതെ ഒഴിവുണ്ടാകുമ്പോ വരിക, എപ്പോഴെങ്കിലൊക്കെ വരിക, തോന്നുമ്പോ വരിക, തോന്നുമ്പോ സ്കരിക്കുക, ഒഴിവ് കിട്ടാൻ സ്കരിക്കുക, അങ്ങനല്ല. ഒരു നിഷ്ഠ ഉണ്ടാവും. അതിന്റെ ഔവ്വൽ വക്തിൽ നിസ്കരിക്കണം. ജമാഅത്തിന് പള്ളിയിൽ പോകണം. ജമാഅത്താകുമ്പോഴേക്ക് അവിടെ എത്തണം. ബാങ്ക് കൊടുത്താൽ ഇത്ര ടൈമാണ് ജമാഅത്തിന്. അപ്പൊ ആ സമയത്ത് പള്ളിയിൽ എത്തണം. അങ്ങനെ നിഷ്ഠയുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ ആ നിസ്കാരം സ്ഥിരനിഷ്ഠയുള്ള നിസ്കാരമാവണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ ഉണ്ടാകുന്ന അറിയാം? അവർക്ക് പൊറുതിയുണ്ടായാല് നിസ്കാരത്തിന്റെ ടൈം നഷ്ടപ്പെടുമ്പോ, ജമാഅത്ത് പോകുമ്പോ അപ്പോഴൊക്കെ അവർക്ക് പൊറുതിയുണ്ടാകുക. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാലും ഉറപ്പാണ് നമുക്ക് ഈമാനിൽ. നമ്മളെ ഈമാൻ നമുക്ക് തന്നെ പരിശോധിക്കാം. വെറും ഷുഗർ കൊളസ്ട്രോൾ മാത്രമല്ല, നമ്മളെ ഈമാനും നമുക്ക് പരിശോധിക്കാം. മനസ്സിലായില്ലേ? നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? അത് നിസ്കാരം നമ്മൾ സ്ഥിരമായിട്ട് അതിന്റെ കൃത്യത്തിന് ഇഷ്ടയോടുകൂടി നിസ്കരിക്കുന്നു. പിന്നെ നമുക്ക് ഇടയ്ക്ക് വിഷമം ഉണ്ടായാലും എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി പെട്ടു, ഏതെങ്കിലുമൊക്കെ സ്ഥലം ആശുപത്രിയിൽ പോയി, ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ മുന്നിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അപ്പം എപ്പോഴാ ടോക്കൺ വിളിക്കാന്നറിയില്ല. അപ്പൊ ജമാഅത്ത് നടക്കണം. അപ്പൊ നമുക്കൊരു പൂർത്തിയേടാണ് നിസ്കാരം. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടോ?
അതേ സമയത്ത് ചിന്തയില്ല, അങ്ങനെ ഓർമ്മയില്ല, നിസ്കരിക്കണം തന്നെയാണ്, അങ്ങനെ ചിന്തയില്ല, കഴിഞ്ഞ ലക്ഷം നിസ്കരിക്കും, അതൊന്നുമല്ല. അവനൊരു ആ സമയത്ത് ഒരു സംസ്കാരത്തിന്റെ സമയം ബാങ്ക് കൊടുത്ത ആ സമയം, ആ ജമാഅത്തിന്റെ സമയത്ത് അതിന് കൃത്യമായിട്ട് പങ്കെടുക്കുന്ന ഒരാൾക്ക് പങ്കെടുക്കാൻ പറ്റാതിരിക്കുമ്പോണ്ടാകുന്ന ഒരു അവസ്ഥ. അങ്ങനൊക്കെ നമുക്ക് വല്ലതും ഉണ്ടെങ്കിൽ, തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് എന്ത് ഈമാൻ ഉണ്ട് എന്നുള്ള കാര്യം അടയാളാണ് ആ പറയുന്നത്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ഇനി നമ്മളെ സ്വത്തിന്റെ കാര്യത്തിലുള്ള വിഷയമാണ്. അതിൽ അഫൂം ആഫിയത്താണ് പറഞ്ഞത്. ബാക്കി വല്ലദീനഹും ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം. അവരുടെ മുതലിൽ ഒരു നിശ്ചിതമായ സ്വത്തിൽ ഒരു നിശ്ചിതമായ അവകാശം ഉണ്ടാകുന്നുള്ളതാണ്. അറിയപ്പെട്ട അവകാശം. ഹഖ്ഖും മഅലൂം, അവനവന്റെ സ്വത്തിൽ ഒരു നിശ്ചിത അവകാശം. ആർക്കൊക്കെ? ലിസ്സാഇൽ, ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് ഒരു വിഹിതം. വൽ മഹ്റൂം, ഉപജീവന മാർഗം തടയപ്പെട്ടവനും. എങ്ങനെ? സ്വത്തിൽ ഒരു നിശ്ചിതമായ ഒരു ഭാഗം, ഒരു അവകാശം. അതാണ് ഹക്കും മഅലൂം. ഹക്ക് എന്ന് പറഞ്ഞ അവകാശം, മഅലൂം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട നിശ്ചിതമായ ഒരു അവകാശം ഉണ്ടായിരിക്കും. അത് നമ്മളിങ്ങനെ അത് കിട്ടിയാൽ ഇത്ര ആരെങ്കിലും ഇത് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ വരും, മിസ്കിന്മാർ ആരെങ്കിലും ഒക്കെ വരും. അപ്പൊ ഇത് അവർക്കുള്ളതാണ്, അവർക്ക് കൊടുക്കണം. അങ്ങനെ എത്ര ആൾക്കാർ വെക്കലുണ്ട്? വെക്കണുണ്ടോ? ഈമാൻ. അത് നമ്മളെ ഇപ്പൊ ചില ആൾക്കാര് അവനവന്റെ സ്ഥാപനത്തിലൊക്കെ ഒരു കുറ്റി വെക്കും. ഇപ്പൊ കിഡ്നി രോഗികൾക്ക്, ഡയാലിസിസ് രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, പാലിറ്റീവ് കെയർ പ്രവർത്തനത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിശ്ചിതമായ ഓഹരി അവനവന്റെ സ്വത്തിൽ ഉണ്ടാകും. ഇത് ഒരുക്കുള്ളതാണ്, ഇത് ഒരുക്കുള്ളതാണ്. കണ്ടോ? ഇതിൽ രണ്ട് വിഭാഗത്തിലുള്ള പ്രത്യേക എടുത്ത് പറഞ്ഞു. ഒന്ന് സായില. സായിൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരണം. അത് യാചനയെ പ്രോത്സാഹിപ്പിക്കാനല്ല കേട്ടോ, യാചനയെ പ്രോത്സാഹിപ്പിക്കാനല്ല. അത് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. യാചനയെ പ്രോത്സാഹിപ്പിക്കാന്ന് വിചാരിക്കരുത്. എന്താ അല്ലാഹു പറഞ്ഞത്? ചോദിച്ചു വരുന്നവനെ ആട്ടിവിടരുത്. ആട്ടിവിടാറ് ഇറങ്ങിപ്പോടുന്നു, ഇവിടെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ചില ആൾക്കാർ ദേഷ്യം പിടിച്ചു ചൂടാവും. എന്നാ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നരകുറപ്പാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക്. നമ്മള് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നമ്മളെ മൂഡ് ശരിയാവില്ല. നമ്മൾ പരിയിരുന്ന എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും കാര്യപ്പെട്ട എന്തെങ്കിലും പണിയിലായിരിക്കും, അപ്പോഴേക്കാരൻ കോളിപ്പല്ലടിക്കുക. അപ്പൊ നമ്മൾ ആ പണിയൊക്കെ ഒട്ടിച്ചിട്ട് വേണം ചെയ്യണേ. കൈമേൽ ചിലപ്പോൾ ചളി ഉണ്ടാവും, മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു യാചകനായിരിക്കും. അപ്പൊ ദേഷ്യം പിടിക്കും. അപ്പൊ ദേഷ്യം പിടിക്കും മോനെ ആട്ടി വിടും, മിരട്ടി വിടും. അതാണ് തന്നഹർ ലാ തന്നഹർ എന്ന് പറയാൻ. അങ്ങനെ ചെയ്യരുത്. ആ മിരട്ടി വിട, ഓടിക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഖൗലു മഅറൂഫാണ്, നല്ല വാക്ക് പറയാം. നിങ്ങൾ പിന്നെ വരിട്ട എന്ന് പറയാം. അത്രേ പറയാൻ പാടില്ല. ഇനി നമ്മൾ കൊടുക്കണേ, നമുക്ക് അറിയാം എന്താണ് ആ വന്ന ആള്. ഓനത് കള്ളുടിക്കാനുള്ളതാണ്, ഓനത് ഇടക്കിടക്ക് വരണം, നമുക്ക് അറിഞ്ഞ ആൾ തന്നെയാണ്. ഓനാ പൈസ കള്ളുടിക്കണവനാണ്. ഓനി എന്ത് ചെയ്യരുത്? ആട്ടിവിടരുത്. ഓനി ആട്ടിവിടരുത്. ഇവിടെ അമ്മസായിലെ പലാത്തര ചോദിച്ചു വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്നായത് ആണോ? യാചനയെ പ്രോത്സാഹിപ്പിക്കണില്ല. ചോദിച്ചവനെ നിങ്ങൾ മിരട്ടി വിടരുത്. ചോദിച്ചു വരുന്ന എല്ലാവർക്കും കൊടുക്കണം അല്ല, ആളും തരം നോക്കി കൊടുത്താൽ മതി. മനസ്സിലെ പറഞ്ഞേ. നമുക്ക് ചില ആരാണെന്താണെന്ന് അറിയില്ല, ഓനാ കൊടുത്തോണ്ടെങ്കിൽ കള്ളുവാണ്, സ്ഥിരം പരിപാടി തന്നെയാണ്, കള്ളുടിക്കണ്ടെന്നൊന്നും അറിയില്ല. എന്നാലും എന്ത് ചെയ്യാ? നമ്മളെ ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഓന് ചെറിയ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. മനസ്സിലെ പറഞ്ഞത്. അതുകൊണ്ട് ഓനെ ഭയങ്കര വലിയ സംഖ്യ എടുത്തു കൊടുക്കണ്ട. അതേ സമയത്ത് നമുക്ക് അറിയുന്ന ഒരു കേസാണ്, ഒരു അത്യാവശ്യം നമ്മൾ ചെറുതായി ചെയ്യേണ്ട കാര്യമാണ്. അത്രയും ഒരു വിധവയാണ്, ആരും കൊടുക്കാനില്ലാത്ത ആൾക്കാരാണ്, പട്ടിണി പാവങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് കൊടുക്കണം. അത് ഓലെ പറ്റിയാ പറഞ്ഞ ഓലെ മിരട്ടി വിടരുത്. അവരോട് പാലിക്കേണ്ട മര്യാദയാണ് അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആട്ടിവിടരുത്. അവരോട് പറയാം. എങ്ങനെ? അല്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി, കൊടുക്കണ്ട. അത് ഞാൻ പറഞ്ഞത് നമ്മൾ തിരക്കിലാന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് പാക്കേജിൽ പൈസ ഇല്ല, അത് ഇടാൻ നമ്മളെ കൈ അറിഞ്ഞ് ചളി മുരൊക്കെ നിരക്കെ എടുത്തിട്ട് അതിൽ കൈ കഴുകി വന്ന് ഇതൊക്കെ ഇട്ടുമ്പോൾ ആ പണി കിടക്കും. അപ്പൊ നമുക്ക് ആ സമയത്ത് ഇത് കൊടുക്കാൻ ചിലപ്പോൾ പറ്റില്ലെന്ന് വരും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും എന്ത് ചെയ്യരുത്? നമ്മൾ ദേഷ്യം പിടിച്ച് എന്ത് ചെയ്യരുത്? നമ്മൾ ചോർന്ന് കൊടുക്കണം, ഭക്ഷണം കഴിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോഴാണ് കോളിപ്പല്ലടിക്കുന്നത്. അപ്പൊ നമ്മള് ഈ പൈസ എന്ത് വേണം? പോയിട്ട് കൈ കഴുകി അത് എടുത്തിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്താ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക ചെയ്യാം.
അപ്പൊ എന്ത് ചെയ്യരുത്, അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ വന്ന് വീട്ടിന്റെ മുറ്റത്ത് വന്നവനെ ആട്ടി വിടരുത്. മനസ്സിലാണ്ട് പറഞ്ഞു. അപ്പൊ അവരോട് നിങ്ങൾക്ക് എന്ത് പറയാം, നിങ്ങൾ പിന്നെ വരിട്ടോന്ന് പറയാം. അതേസമയം തീരെ കൊടുക്കാൻ പറ്റാതെ നിങ്ങൾ പിന്നെ വരിട്ടോന്ന് പറയല്ലേ വേണ്ടേ. ഓരോട് എന്ത് പറയണം, അനക്ക് പെയ്ക്കോ നല്ലതൊക്കെ പറഞ്ഞേക്കാം. ഖുറാനിൽ എന്താ പറഞ്ഞത്, നിങ്ങള് പിന്നെ കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞെന്താണ്, പിന്നെ ഉപദ്രവം കൊടുത്തോനെ ഉപദ്രവിക്കുന്നതിനേക്കാൾ ഖൈറുൻ മിൻ സദഖ യത്ബഉഹാ അദൻ ഖൗലുൻ മഅറൂഫ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൊടുക്കണ്ടവനെ നല്ലൊരു വാക്ക് പറഞ്ഞാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, അവസരവും സന്ദർഭവും നോക്കിയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അവസരങ്ങളും സന്ദർഭങ്ങളും നമുക്ക് ഒരാള്, ഇപ്പൊ ഞാൻ പറയാം, പിന്നെ ഒരാൾക്ക് അയാൾ ഒരു നിർവാഹമില്ലാതെ പിന്നെ ചോദിക്കല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരു ഘട്ടത്തിൽ ഒരാൾ ഇറങ്ങി വന്നു വിചാരിക്കുക. അങ്ങനെ ഒരാൾ നമ്മളെ മുന്നിൽ വന്നു വിചാരിക്കുക. എന്നിട്ട് നമ്മൾ അയാളെ ആട്ടി വിട്ടാലേ നമ്മളെ എല്ലാം ഒരു പൊടി. മനസ്സിലായിണ്ട? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഈ ആയത്തുകൾ നോക്കി എന്താണ്, രണ്ട് വിഭാഗം. ഒന്ന് സായില്, രണ്ട് വൈകി സായില്, രണ്ട് മഹ്റൂം. എന്താ മഹ്റൂം എന്ന് പറഞ്ഞാല് ഉപജീവനം തടയപ്പെട്ടവൻ. എന്താണ് ഉപജീവന മാർഗം തടയപ്പെട്ടവൻ? നിങ്ങൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്താന്ന് പറഞ്ഞു, ഇപ്പൊ ഒരാള് അയാള് അത്യാവശ്യം നല്ല അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാനീ പറഞ്ഞ ഖുർആന്റെ ആശയം തന്നെയാണ്. അയാൾക്ക് പെട്ടെന്ന് ഒന്നുകിൽ അയാളെ കച്ചവടമൊക്കെ പൊളിഞ്ഞു പോയി, കടത്തിന് മേലെ കടം കയറി, ഉള്ളതൊക്കെ വിറ്റ്, കടത്തിന് മേലെ കടം കയറി ഉള്ളതൊക്കെ വിറ്റ്, അയാൾക്കൊന്നുമില്ല. ഇനി ഒരു രോഗം വന്നു, ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷെ ആ വീട്ടില് ഭാര്യയ്ക്ക് കിഡ്നി മാറ്റി വെക്കണം, മോനെ ക്യാൻസറാണ്, ഒരു മോനെ മാനസിക രോഗിയാണ്. പെട്ടെന്ന് അസുഖം വന്നൊരു കുടുംബത്തില് 5-6 ആൾക്കാർക്ക്, മക്കൾക്കൊക്കെ വാപ്പാക്കും വന്ന അസുഖം. ഒരാളും സഹായിക്കൂല. കൊടുക്കോ? ഇല്ല. ഈ പൈസ മുഴുവനും ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിച്ചു. ഒന്നുമില്ല. ഉണ്ടാക്കിയ വീട് മാത്രം ബാക്കി. എന്തായിരിക്കും അവസ്ഥ? റേഷൻ വീടിന് കിട്ടുമോ? കാർഡ് ഏതേക്കാരാ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കാത്തതിന്റെ അപ്പുറത്ത് ഉണ്ടാകും. അത് നിങ്ങൾ പറഞ്ഞതൊക്കെ റെഡിയാണ്, ആ മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. ഞാൻ പറഞ്ഞത് ഈ അവസരവും സന്ദർഭവും അനുസരിച്ച് ഒരാൾ നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് വന്നാൽ അവനെ ഓടിക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉപജീവന മാർഗം തടയപ്പെട്ട ആളുകളെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ഒരാൾക്ക് പണിക്ക് പോകാൻ പറ്റാ, അയാളെ കണ്ടാൽ ചിലപ്പോൾ നല്ല ആരോഗ്യം കാര്യമൊക്കെ ഉണ്ടാവും, വലിയ വയസ്സൊന്നും ഉണ്ടാവില്ല, പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ജോലിക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ എനിക്കറിഞ്ഞ ഒരാളുണ്ട്, അയാള് പിന്നെ ഈ വാർപ്പിന്റെ പണിക്ക് സിമെന്റിന്റെ പണിക്ക് പോയിരുന്ന ഒരാളാണ്. പെട്ടെന്ന് അയാൾക്ക് അതല്ലാത്തൊരു പണി അറിയില്ല, അയാൾക്ക് പെട്ടെന്ന് അലർജി വന്നിട്ട് സിമെന്റ് തൊടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അയാൾക്ക് കാലിന് അസുഖം വന്നു, വിരല് മുറിച്ച് മാറ്റേണ്ടി വന്നു. ആളെ കണ്ടാൽ ആരും ഒന്നും കൊടുക്കണം തോന്നൂല, പക്ഷെ അയാളെ വീട് പട്ടിണിയാണ്. റമദാനിന്റെ തലേ ദിവസം നമ്മൾ കിറ്റ് കൊടുക്കുമല്ലോ, വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കുമല്ലോ. അങ്ങനെ കിറ്റ് കൊടുക്കുന്ന എനിക്കുണ്ടായ അനുഭവമാണ്. കിറ്റ് കൊടുക്കണ വളരെ കുറച്ച് കൊല്ലം മുമ്പാ കിറ്റ് കൊടുക്കുന്ന സമയത്ത് കിറ്റേറ്റ് ചെന്നപ്പം നമ്മളെന്താ ചെയ്യാച്ചാല്, ഒരു പള്ളിയില് പിന്നെ കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടി ഓരോ ലിസ്റ്റ് തരും. ഇപ്പൊ ഞാൻ കുറച്ച് പേഷ്യൻ കൊടുക്കും, ഒരു ലിസ്റ്റ് കൊടുക്കും. നമ്മളെ ആരോഗ്യത്തിൽ അങ്ങനെ പ്രയാസപ്പെട്ട ആൾക്കാരാണ്. ഈ ലിസ്റ്റ് എല്ലാം കൂടി ക്രോഡീകരിച്ചിട്ടാണ് ഈ കിറ്റ് കൊണ്ടുപോകുക. അപ്പൊ ഞാൻ ഒരു ഭാഗത്തേക്ക് കിറ്റേറ്റ് ലിസ്റ്റ് പോവുകയാണ്. ഒരു 10-15 ആൾക്കാർ ലിസ്റ്റ് ഉണ്ട്, ഒരു 10-15 കിറ്റ് ഉണ്ട്. ആയിട്ട് ഇങ്ങനെ ചെന്ന് നിന്നപ്പോ ഒരു വലിയൊരു ടെറസിന്റെ പേരാ. അപ്പൊ ഞാനിങ്ങനെ ശങ്കിച്ച്, കാരണം ഇതെങ്ങനെ ഈ ലിസ്റ്റിൽ വന്ന് ഈ വീട്ടുകാർ ഉണ്ടായത് കൊടക്കാട് പിന്നെ ആലിച്ചോട്ടിൽ ഈ ലിസ്റ്റിൽ എങ്ങനെ വരെ പേര് വന്ന് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു. കാരണം അപ്പൊ ഓരോരുത്തർ തരുന്ന ലിസ്റ്റാണ്, ആര് തന്നത് നമുക്ക് ഓർമ്മയില്ല, ഓരോരുത്തർ തരുന്ന ലിസ്റ്റിൽ പേരിട്ടതാണ്. അങ്ങനെ ഏതായിരുന്നാലും പേരുണ്ടല്ലോ, അത് ഇവിടെ തന്നെയാണ്. ബെല്ലടിച്ചു. അപ്പൊ ചോദിക്കാന്നല്ല, ബെല്ലടിച്ചപ്പോ ഒരു അസറിന്റെ ശേഷമാണ് ഒരു സ്ത്രീ നിസ്കാര കുപ്പായത്തിൽ നിസ്കരിക്കണം. അവര് മുസല്ലിയിൽ നിസ്കരിക്കായിരുന്നു, നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. അവര് മുസല്ലിയിൽ നിസ്കാര കുപ്പായത്തിൽ വന്നുകൊണ്ട് വാതിൽ തുറന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ അഡ്രസ് നിങ്ങൾ തന്നെ അല്ലേ ചോദിച്ചു.
അത് നമ്മളെ അഡ്രസ് തന്നെയാണ് മോനെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞേ പിന്നെ ഇത് പാവപ്പെട്ട ആൾക്കാർക്ക്, വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ള കിറ്റാണ് നോമ്പിന്. ഇത് എങ്ങനെയാണ് നോമ്പ് ഉറക്കാൻ എങ്ങനെയാന്നുള്ളത് അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കാനുള്ള. അപ്പൊ നിങ്ങളെ ലിസ്റ്റ് ഇതിൽ പെട്ടപ്പോ ഞാൻ പിന്നെ ഇതിൽ നിങ്ങളെ വീടിതൊക്കെ കണ്ടപ്പോ എനിക്കൊരു സംശയം. അപ്പൊ ചോദിച്ചാൽ അപ്പൊ ആ സ്ത്രീ എടുക്കാതിരിക്കും. ആ സ്ത്രീ കരഞ്ഞു. ആ സ്ത്രീ കരഞ്ഞിട്ട് പറഞ്ഞത് അവരുടെ ഭർത്താവ് പിന്നെ ഗൾഫിൽ വെച്ചിട്ട് ആക്സിഡന്റിൽ മരിച്ചതാണ്. അയാള് ഗൾഫിൽ പോയിട്ട് അയാളെ ഗൾഫിൽ നിന്ന് സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ വീടാണ് ആ നിൽക്കണ 5-6 സെന്റ് സ്ഥലവും ഒരു പെരയും, നല്ലൊരു പെര. ഈ വീട് ഇയാള് അധ്വാനിച്ച് ബാക്കി കടം വാങ്ങിയിട്ടാണ് ഇയാൾ ഈ പെര ഉണ്ടാക്കിയത്. പെര കുടിയിരുന്ന ഉടനെ ഇയാൾ മരിച്ചു. ഒക്കെ ചെറിയ ചെറിയ കുട്ടികളാണ്, ആരുമില്ല. ഈ വീട് കടക്കാര് വന്ന് ശല്യപ്പെടുത്തിയത് വിൽക്കാൻ വെച്ചിട്ടാണ് വീട്. എന്നിട്ട് ആ ഉമ്മ പറയാണ്, ഞാന് മക്കളെ ഇവിടെ ഇരുന്നിട്ട് നാളെ നോമ്പ് തുടങ്ങുകയാണ്, കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാ, ഞാൻ എങ്ങനെയാണ് ഇന്ന് അത്തായമൊക്കെ നാളെ എങ്ങനെയാണ് നോമ്പ് നോൽക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ആ തൊട്ടടുത്ത കടയിൽ നിന്നാണ് പറ്റ് വാങ്ങിയത്. ആ പറ്റുകാരൻ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങൾ പൈസ തരാതെ ഇനി ഇങ്ങോട്ട് സാധനം വാങ്ങാൻ വരുന്നത് വാങ്ങാൻ പോയ കുട്ടീനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളറിയില്ല, ആ വീടിന്റെ അവസ്ഥ അറിയില്ല, അവിടുത്തെ അവസ്ഥ അറിയില്ല. അയാൾ ഉണ്ടാക്കി കടം വാങ്ങിയിട്ട് പെരണ്ടാക്കി മരിച്ചുപോയി. ആ കടം വിട്ടാൻ ആളില്ല. ഇങ്ങനെ എത്ര ആളുകളുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ സമ്പത്തിൽ അല്ലാഹ് പറ ആഫിയത്തുള്ള മുതലാണ് ഈ പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് മുതലിലെ അഫും ആഫിയത്തുമാണ്. ആഫിയത്തുള്ള മുതലുള്ള ആളുകൾക്ക് അതാണ് അവരെ മുതലിൽ ഒരു നിശ്ചിത ഓഹരി ഉണ്ടായിരിക്കും. അത് ചോദിച്ചു വരുന്നവരും പിന്നെ ഉപജീവന മാർഗം തടയപ്പെട്ടവരും. അപ്പൊ എങ്ങനെയെന്നറിയോ, അത് കൊടുക്കണവരുണ്ടാവും. എങ്ങനെ ഒരു ഇപ്പൊ ഇവിടെ തന്നെ തോന്നുന്നുണ്ട് ഒരു പിന്നെ എല്ലാ മാസവും കിറ്റ് കൊടുക്കണം അല്ലെ? അതെന്താണ്? അത് ഒരു ഹക്കും മഅറൂമാണ്. ഹക്കും ഒരു നിശ്ചിത ഓഹരിയാണ്, ഒരു നിശ്ചിത ഓഹരി. അപ്പൊ ഞാൻ എന്റെ വരുമാനത്തിൽ നിന്ന്, മാസത്തിന്റെ ശമ്പളത്തിൽ നിന്ന്, എന്റെ വരുമാനത്തിൽ നിന്ന് ഒരു ഇത്ര ഇന്ന പള്ളിക്ക് ഇത്ര കിറ്റ് കൊടുക്കാൻ, ഇത്ര പാവങ്ങൾക്ക്, ഇത് ചോദിച്ചു വരുന്നു. ഇങ്ങനെ ഓഹരിയുള്ള മുതലാണ് ആഫിയത്തുള്ള മുതൽ എന്നുള്ള പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് രാവിലെ വൈകുന്നേരം റബ്ബിനോട് ചോദിക്കേണ്ടതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി. എത്ര വ്യക്തമായിട്ട് അല്ലാഹു പറഞ്ഞത്. അത് മാറ്റി വെക്കണം എന്നാ പറഞ്ഞത്. ഉള്ള ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്. ഇനി നമ്മൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ ഏറ്റക്കുറച്ചിലുകളൊക്കെ വിഷയത്തിൽ ഉണ്ടാവും. എല്ലാവർക്കും ഒരേ വിശാലത ഉണ്ടാവില്ല. ഉള്ളതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. ബാക്കി പ്രതിഫല നടപടിയുടെ ദിവസത്തിൽ അവർക്ക് നല്ല വിശ്വാസമുള്ളവരാണ്. എങ്ങനെ? നാളെ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും അതിനൊക്കെ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് തർക്കമില്ലാത്തവരാണ്. അവര് അവരുടെ റബ്ബിന്റെ ശിക്ഷയെ നന്നായി ഭയപ്പെടുന്നവരുമാണ്. തീർച്ചയായും അവരുടെ റബ്ബിന്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെടാൻ പറ്റാത്തതാകുന്നു. അങ്ങനെയുണ്ട്, റബ്ബിന്റെ ശിക്ഷ അത് ശിക്ഷ ഒന്നും ഉണ്ടാവൂലെന്ന് സമാധാനപ്പെടാൻ പറ്റൂലാന്ന്, സമാധാനിച്ചിരിക്കാൻ പറ്റൂലാന്ന് അല്ലാഹ് വളരെ വ്യക്തമായിട്ട് ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. ഇനി സൂറത്ത് തൗബയിലെ ഒരു ആയത്താണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. തൗബ 9-ാം അധ്യായം 9-ാം അധ്യായം തൗബ അതിലെ 111 112 111 തൗബ 9-ാമത്തെ സൂറത്തിലെ 111 112 ആയത്ത് ഓതണം എല്ലാരും.
إن الله اشترى من المؤمنين أنفسهم وأموالهم